പഠിക്കാൻ വിട്ടിട്ട് വേണ്ടവണ്ണം പഠിച്ചില്ല. ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് പലരുടെ കയ്യും കാലും പിടിച്ച് പലയിടത്തും ജോലി വാങ്ങിക്കൊടുത്തു. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അതിൽ കൂടുതൽ എവിടെയും നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി കിട്ടിഞ്ഞ് തിരിച്ചു വരും. ഇവിടെ ഈ തെണ്ടിപ്പിള്ളേരുമായി ഊരു ചുറ്റലാണ് അവന് ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിൽ വിജയിക്കണമെന്നോ ജീവിക്കണമെന്നോ ഒരാഗ്രഹവുമില്ല. ഇവനെ കണ്ടല്ലേ താഴെയുള്ളവർ പഠിക്കുന്നത്. എങ്ങനെ ശരിയാകാനാണ്? എല്ലാം തലവിധി. അനുഭവിക്കാനും വേണം ഒരു യോഗം. അമ്മയുടെ ശകാരമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ഘനഗംഭീരമായ സ്വരത്തിൽ അടുത്ത പരിപാടി വരുന്നത്. ഇവൻ്റെ പ്രായത്തിൽ ഞാൻ ഈ വീട് വെച്ചു. എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം കഴിപ്പിച്ചയച്ചു. 2 കുട്ടികളുടെ പിതാവായി. ഇവൻ ഇപ്പോഴും ഉത്തരവാദിത്തമില്ല. ഇവൻ്റെ കൂടെ പഠിച്ച അപ്പുറത്തെ രവിയുടെ മകൻ ജോലി ചെയ്തു വീട് വെച്ച് വിവാഹം കഴിച്ച് സുഖമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇവൻ ഇപ്പോഴും കുട്ടിക്കുളിയാണ്. ഇവനൊക്കെ എന്നിനി മാറാനാണ്? ഇതൊക്കെ കേട്ടിട്ടും വളരെ സമാധാനത്തോടു കൂടി ആ മൊബൈലിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ശരിയാകും. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ളവരായിരിക്കും ആ കുടുംബത്തിന് പിന്നീട് അത്താണിയാകുന്നത്. മാറ്റമുണ്ടാകും, സമൂലമായ മാറ്റം. ഇച്ചിരി സമയം വേണമെന്ന് മാത്രം.